നമ്മുടെ അനുമോളും അതേപോലെ ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുകയാണ്. അനുമോൾ പറയാണ്, ഈ വട്ടം ആദിൽ ഔട്ടായ സമയത്ത് എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. സാധാരണ സമയത്ത് അവൾ ഔട്ടാവുന്നെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഈ വട്ടം അവൾ ചെയ്ത ഓരോ പ്രവൃത്തികൾ കൊണ്ട് വേദന എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതി പറയുന്നു. അതേപോലെ ആദിലേക്ക് ദേഷ്യം വരുമ്പോൾ ആദില പല കാര്യങ്ങളും വിളിച്ചു പറയും. അനുമോളുടെ പല പേഴ്സണൽ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ എൻ്റെ PR-ൻ്റെ നമ്പർ ആദിലയ്ക്ക് കൊടുത്തു എന്നുള്ള രീതിയിലാണ്. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്പർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞതല്ലാണ്ട് ഞാൻ എന്തിനാണ് എൻ്റെ PR-ൻ്റെ നമ്പർ അവൾക്ക് കൊടുക്കുന്നത് എന്നുള്ള രീതി ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി ചോദിച്ചു, നീ എന്തിനാ ശൈത്യമായിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടായല്ലോ, ശൈത്യ കിടന്ന് അലറി വിളിക്കുന്നതൊക്കെ കേട്ടല്ലോ. അപ്പോൾ അനുമോൾ പറയാണ്, ശൈത്യ ഇന്ന് എൻ്റെ അടുത്ത് വന്ന് മിണ്ടി, ഞങ്ങൾ ആ ഒരു കോംപ്രമൈസ് ടോക്കിന് വന്ന ശേഷം ശൈത്യയ്ക്ക് ഒരുപാട് നെഗറ്റീവ് പുറത്തുണ്ടെന്നും പുള്ളിക്കാരത്തിയുടെ ഫാമിലി ഉൾപ്പെടെ അതൊക്കെ അഫക്റ്റ് ആകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ പോയി അവളുടെ അടുത്ത് സംസാരിച്ച് സോൾവ് ആക്കാൻ പോയതാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും കൺസേൺ ആവുന്നത്? നിൻ്റെ ഗെയിമിനെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ഗെയിം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണെന്ന് കേൾക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് മുന്നിൽ 3 ഡേയ്സും കൂടെ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ നിൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള ടൈം നീ അത് എൻജോയ് ചെയ്യണം. നിൻ്റെ ടൈം ഈ ഒരു 3 ഡേയ്സ് എന്ന് പറയുന്നത് നിനക്ക് ക്രൂഷ്യലാണ്. അപ്പോൾ വേറൊരാൾക്ക് നെഗറ്റീവ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നിനക്ക് അതൊന്നും പോസിറ്റീവ് ആക്കാൻ ഇവിടെ ഇരുന്ന് പറ്റത്തില്ല. പിന്നെ അപ്പം അനുമോൾ പറയുന്നുണ്ട്, അവൾ ഔട്ടായത് ഞാൻ കട്ടപ്പാന്ന് വിളിച്ചത് കൊണ്ടാണെന്നും അവളോട് ഞാൻ മിണ്ടാതെ നടന്നത് കൊണ്ടാണെന്നും ഒക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു അനുമോൾ മിണ്ടിയില്ല, അനുമോൾ അവളെ കട്ടപ്പാന്ന് വിളിച്ച ഉടനെ നാട്ടിലുള്ള എല്ലാവരും ചേർന്ന്, അത് അവളുടെ സ്വഭാവം കൊണ്ടാണ്, ശൈത്യയുടെ സ്വഭാവം കൊണ്ടാണ് നാട്ടിലുള്ള എല്ലാവരും വിളിച്ചത്. ശൈത്യ എന്താണോ ഇവിടെ കാണിച്ചത് അതിൻ്റെ ഔട്ട്കമാണ്. അതിനകത്ത് അനുവിന് ഒരു റോളും ഇല്ല, ഇതിനകത്ത് PR-ന് ഒരു റോളില്ല. നമുക്ക് നോർമലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് തോന്നി അതാണ് അവിടെ വരുന്നത്. അതായത് ശൈത്യ എന്ത് ചെയ്തു അതിൻ്റെ ഒരു ഔട്ട്കമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇവരൊക്കെ അനുവിൻ്റെ PR-നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഈ എവിക്ഷൻ കഴിഞ്ഞുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ ഡിഫറെൻറ്റാണ്. കൂളായിട്ട് എടുക്കുന്നവരുമുണ്ട്, കൂളായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തവരുണ്ട്. ഞാനപ്പം കൂളായിട്ട് എടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ മസ്താനി അത് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് പറ്റിയില്ല. അപ്പം ശൈത്യ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ളത് അവളുടെ മെൻ്റൽ സ്ട്രെങ്ത് പോലെ ഇരിക്കും. എന്തായാലും മസ്താനിക്ക് വന്ന അത്രയൊന്നും ശൈത്യയ്ക്ക് വന്നിട്ടില്ലല്ലോ. നീ നിൽക്കുന്നത് ഒരു ക്രൂഷ്യൽ സമയത്താണ് അനു. എപ്പോഴും സന്തോഷമായിട്ട് നിൽക്കുക. അപ്പോൾ അനു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കത് പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും എന്തോരം സന്തോഷത്തിലാണ്. ഇപ്പോൾ അതിൽ പോയപ്പോഴാണ് നൂറ പോലും വിഷമിച്ചത്. എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ എന്തോരം മാനസികമായി തളർന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നറിയാമോ? അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനു അത് നിൻ്റെ വീക്ക് പോയിൻ്റ് അത് മനസ്സിലാക്കി നിനക്കിട്ട് അടിക്കുന്നതാണ് നിന്നെ തളർത്താൻ വേണ്ടിയിട്ട്. നിനക്ക് കപ്പ് കിട്ടിയാൽ പോലും അത് നീ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. നീ അതിന് നിന്ന് കൊടുക്കണോ? നീ അതിനു വേണ്ടി അവർ ശ്രമിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി വിട്. ഇവിടെ നിൽക്കുന്ന ആരും നിൻ്റെ അടുത്ത് ജെനുവിനായിട്ടല്ല നിൽക്കുന്നതെന്ന് നിനക്കറിയാം. നീ പിന്നെ എന്തിനാണ് അതിനിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് നിന്ന് കൊടുക്കുന്നത്? അപ്പോൾ അനു പറയുന്നുണ്ട്, എനിക്ക് പുറത്തും ഇതുപോലെ ഒരുപാട് ഫാൻസും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർ മാജിക് എന്ന ഷോയിൽ പ്രാങ്കൊക്കെ കാണിച്ച് എന്നെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് ഷോ ഡയറക്ടറെ ഉൾപ്പെടെ വിളിച്ച് ചീത്ത വിളിക്കുന്നവരുണ്ട്. അതൊക്കെ ജെനുവിനായിട്ടുള്ള എൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പേര് അതേപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് സത്യം കേട്ടോ. ജെനുവിനായിട്ട് അനുമോൾക്ക് കുറേ ഫാൻസ് ഉണ്ട്. അപ്പം ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലത്തുള്ള കാര്യങ്ങളിൽ പോയി ചാടണ്ട, മാറി നിൽക്കൂ, നിൻ്റെ കാര്യം നോക്കി നീ നിൽക്കൂ എന്ന രീതിയിൽ പറയുമ്പം അനുമോൾ അതൊക്കെ കേൾക്കുന്നുണ്ട്.